ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവവചന പഠനവുമായി നമുക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ഈ ലോകം ഗ്ലോബൽ മിനിസ്ട്രീസ് എന്ന പേജിലൂടെ കഴിഞ്ഞ ഏതാനും നാളുകളായി ശ്രമിക്കുന്ന ദൈവവചനം അനേകരുടെ ജീവിതത്തിൽ അത് വിടുതലും ആശ്വാസവും സന്തോഷവും സമാധാനവും ഒക്കെ പ്രദാനം ചെയ്യുന്നുവെന്ന് പല റിപ്പോർട്ടുകൾ കൂടി അറിയുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് ദൈവവചന പഠനത്തിനായി നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം. ഈ പ്രത്യേക കാലയളവിൽ ഈ പ്രത്യേക സമയത്തിൽ ദൈവവചനം നമുക്ക് കൂടുതൽ ഗ്രഹിക്കുന്നതിനും പഠിക്കുന്നതിനും അത് ഏറ്റെടുക്കുന്നതിനും വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുന്നതിനും മുഖാന്തരമായി തീരട്ടെ. എല്ലാ പ്രേക്ഷകരെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ പേജിലേക്ക് ഈ സന്ധ്യാസമയം സ്വാഗതം ചെയ്യുകയാണ്. ഉറങ്ങുന്നവർ എന്നുള്ള വിഷയത്തെ അധികരിച്ചാണ് കഴിഞ്ഞ 3 എപ്പിസോഡുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനാധാരമായി നാം വായിച്ച വാക്യം റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണ്. ഇങ്ങനെയാണ് വാക്യം വായിക്കുന്നത്: ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയിയാൽ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ചിന്തിക്കുവാനിടയായി തീർന്നു. 1, എപ്പോൾ ഉണരണം. 2, എന്ത് ധരിക്കണം. എപ്പോൾ ഉണരണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ തന്നെ ഉണ്ട്. ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. അപ്പോൾ ഇനി ഒട്ടും അമാന്തിക്കാനില്ല, ഇനി ഒട്ടും സമയം കളയാനില്ല. ഇപ്പോൾ തന്നെ ഉണരണം, ഉറക്കത്തിൽ നിന്ന് ഉണരണം. കാരണം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ വളരെയധികം അടുത്തിരിക്കുന്നു. രണ്ടാമത് നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു, എന്ത് നാം ധരിക്കണം. അതിൻ്റെ 12-ാം വാക്യം വായിക്കുന്നു: രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളയണം, ഉപേക്ഷിച്ച് കളയണം. എന്നിട്ട് എന്ത് ധരിക്കണം? വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. നമ്മൾ ചിന്തിക്കുണ്ടായി, രാത്രിയിൽ കിടക്കുന്നവർ നൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങാറുണ്ട്. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർ ആ നൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പകൽ സമയത്ത് നടക്കാറില്ല. രാവിലെ പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ കഴിഞ്ഞു അതിന് മുമ്പോ അവർ ആ നൈറ്റ് ഡ്രസ്സ് മാറ്റിയിട്ട് പകൽ ധരിക്കേണ്ടതായ യോഗ്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമാണ് പകൽ സഞ്ചരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളണം. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത് എങ്ങനെ നടക്കണം, ഹൗ ടു വാക്ക്. 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്: പകൽ സമയത്ത് എന്നപോലെ നാം മര്യാദയായി നടക്കാം, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല. കർത്താവ് യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുകയും മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ആമേൻ. അപ്പോൾ പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം. മര്യാദയോടുള്ള നടപ്പ്, മര്യാദ കെട്ട നടപ്പ് സമൂഹത്തിലൊന്നല്ല, ഒരിടത്തും അത് നല്ലതല്ല, ഒരു വ്യക്തിക്ക് ചേർന്നതല്ല. മര്യാദയോട് ജീവിക്കാനായിട്ടാണ് ദൈവം എല്ലാവരെയും ഈ ഭൂമിയിൽ ജീവനോടെ ആക്കി വച്ചിരിക്കുന്നത്. നമ്മൾ ഉറങ്ങുന്നവരായിരുന്നു, നമ്മൾ എണ്ണീക്കാൻ പറഞ്ഞു, നമ്മൾ എഴുന്നേറ്റു, ഉണർന്നു കഴിഞ്ഞ് നമ്മൾ പ്രോപ്പർ ഡ്രസ്സൊക്കെ ഇട്ടു, പ്രോപ്പർലി ധരിച്ചു. ഡ്രസ്സൊക്കെ ധരിച്ചു കഴിഞ്ഞ് നമ്മൾ വെറുതെ വീട്ടിലിങ്ങനെ കുത്തിയിരിക്കാനുള്ളവരല്ല. ഒരു മുറിക്കകത്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ആരെങ്കിലും മുറിക്കകത്ത് അടച്ചിരിക്കുമോ? ഡ്രസ്സ് മാറിയാൽ അതിൻ്റെ അർത്ഥം എവിടെയെങ്കിലും പോകാനായിട്ടാണ്, വെളിയിലോട്ട് ഇറങ്ങാൻ, മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുവാൻ, മറ്റു കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ് നല്ല ഡ്രസ്സ് ഇടുന്നത്. ആമേൻ. നമ്മൾ യാത്ര ചെയ്യും. പ്രൈസ് ലോർഡ്. അപ്പോൾ നമുക്ക് ക്ലോസ്നെസ് ഉണ്ട്, നമുക്ക് പ്രൈവസി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ കംഫർട്ട് സോൺസ് ഉണ്ട്. എന്നാൽ നാം സമൂഹ ജീവിയാണ്. സമൂഹത്തിൽ ഇറങ്ങി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നാം. അപ്പോൾ നാം വീട്ടിൽ തന്നെ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇരിക്കാറില്ല, നാം വെളിയിലേക്ക് ഇറങ്ങും. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ നടക്കുവാൻ തുടങ്ങുകയാണ്. ക്രിസ്ത്യ ജീവിതത്തിൽ നടപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റായ, അല്ലെങ്കിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമാണ്. നടപ്പ് വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഘടകമാണ് ക്രിസ്ത്യ ജീവിതത്തിൽ നടപ്പ്. ഇവിടെ നടപ്പെന്ന് പറയുമ്പോൾ ശാരീരികമായ കാര്യങ്ങളല്ല, നമ്മൾ
ഉണരുക എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ളതല്ല എന്ന് നമ്മൾ ഓർക്കണം. ഇത് ആത്മീകമായ മന്ദത, ആത്മീക മന്ദതയിൽ നാം ഉണരണം. അതുപോലെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പറഞ്ഞ് ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ അത് വെച്ച് കളഞ്ഞിട്ട് ആത്മീകമായിട്ട് വെളിച്ചത്തിൻ്റെ ആയുധവർഗം നാം ധരിക്കണം. എന്നിട്ട് ഇതും ആത്മീകമായി തന്നെയാണ്, ആത്മീക കാഴ്ചപ്പാട് തന്നെയാണ് നാം ഇതും ചിന്തിക്കുന്നത്. എന്താ നാം ചെയ്യേണ്ടത്? നാം നടക്കുവാൻ തുടങ്ങണം. നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കണമെന്ന് ദൈവവചനം നമ്മെ നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ ധാരാളം നടപ്പുകളെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം ചിന്തിക്കുവാനായിട്ട് നമ്മുടെ മുമ്പിൽ സമയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ചില വാക്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഇന്നലെ ഈ സന്ധ്യാസമയം ചിന്തിക്കാം. ഇവിടെ ബൈബിള് നമ്മോട് പറയുന്ന ഈ വാക്യത്തിൽ തന്നെ ഉണ്ട്, റോമാലേഖനം 11 അധ്യായത്തിൽ തന്നെയുണ്ട് 11 വാക്യം, പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക. എങ്ങനെയാ മര്യാദയായിട്ട് നടക്കുക? എന്താ മര്യാദ എന്ന് പറഞ്ഞാൽ? ലോകപ്രകാരം നമ്മൾ മര്യാദ എന്ന് പറഞ്ഞാൽ ആരും ഉപദ്രവിക്കാതെ, ആർക്കും ദോഷം ഉണ്ടാക്കാതെ, എല്ലാവരും സ്നേഹമായിട്ട് സന്തോഷമായിട്ട് ഒരു നല്ല ജീവിതം, അതാണ് നമ്മൾ മര്യാദ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദൈവവചന പ്രകാരം മര്യാദ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ആഴത്തിൽ അതിന് അർത്ഥമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നോക്കാം എന്താ മര്യാദയായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ. ഒന്ന്, മര്യാദയായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവപ്രസാദം ലഭിക്കത്തക്കവണ്ണം നമ്മൾ നടക്കണം. നമ്മുടെ നടപ്പ് നോക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ സൂക്ഷിച്ച് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമുണ്ട്. യഹോവയുടെ കണ്ണുകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു, ദുഷ്ടനെയും സാഹസപ്രിയനെയും അവൻ്റെ ഉള്ളം വെറുക്കുന്നു. എന്നാൽ നീതിമാനെ അവൻ ദയ കൊണ്ട് നിറയ്ക്കുന്ന ദൈവമാണ്, നീതിമാനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്. എബ്രായ ലേഖനം 4 അധ്യായത്തിൽ വായിക്കുന്നു, അവൻ്റെ കണ്ണിന് മറിഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല, സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം. ആമേൻ. ആ ദൈവവും ബാകെ നാം എങ്ങനെ നടക്കണം? ആ ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ ദൈവത്തിന് പ്രസാദമുണ്ടാകുന്ന രീതിയിൽ നാം നടക്കണം. ദൈവത്തിന് പ്രസാദമുണ്ടാകണം. നമ്മുടെ നടപ്പ് ദൈവഹിതത്തിൽ ദൈവത്തിന് ഇഷ്ടമുള്ള നടപ്പായിരിക്കണം. ആമേൻ. 1 തെസ്സലോനി 4 അധ്യായത്തിൻ്റെ 1 വാക്യം ഇങ്ങനെ വായിക്കുന്നത്, 1 Thessalonians chapter 4 verse 1, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ. പൗലോസിന് അവരെക്കുറിച്ച് സന്തോഷത്തോടെ പറയുക, ഇപ്പം നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ, നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ നടപ്പിനെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു, അതിന് ദൈവത്തിൻ്റെ പ്രസാദമുള്ള നടപ്പായിരിക്കണം എന്നുള്ളത് കൊണ്ട് നാം നടപ്പിനെ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് കൊണ്ടുപോകേണ്ടതാണ്. എൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ദൈവവചനം നമുക്ക് ഇരുട്ടിലെ വെളിച്ചം തരുന്നതാണ്. അപ്പോൾ ദൈവവചനത്തെ അനുസരിച്ച് രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടുണ്ട്. സത്യത്തിൻ്റെ ആത്മാവാ, സകല സത്യത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന ആത്മാവാ. അപ്പോൾ ദൈവാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവവചനത്തിൻ്റെ ചട്ടങ്ങൾക്കനുസരിച്ച് നാം നടന്നാൽ നാം മര്യാദയ്ക്ക് നടക്കാൻ കഴിയുന്നത് മാത്രമല്ല, അത് ദൈവത്തിന് പ്രസാദമുള്ള ഒരു നടപ്പായിട്ട് മാറും. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആമേൻ. അപ്പോൾ ദ ക്രിസ്ത്യൻ വാക്ക് ഈസ്, എ ബിലീവേഴ്സ് വാക്ക് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹി ഹാസ് ടു ഒബേ ദ വേർഡ് ഓഫ് ഗാഡ് ആൻഡ് ഓൾസോ ഹി ഹാസ് ടു submit to the authority of the Holy Spirit. ദൈവ പരിശുദ്ധാത്മാവിൻ്റെ അധീനതയിൽ അല്ലെങ്കിൽ കീഴ്പ്പെട്ടിരുന്നുകൊണ്ട് ദൈവവചനം നമ്മെ കാണിക്കുന്ന വഴിയിലൂടെ, കാണിക്കുന്ന പാതയിലൂടെ നാം ഓരോ ചുവടുകൾ വെച്ച് മുമ്പോട്ട് പോകണം. അതാണ് കാലിന് വചനവും ദീപവുമായി, വചനം കാലിന് ദീപവും പ്രകാശവുമായി വിളക്കുമായിരിക്കുന്നത് എന്ന് പറയുന്നത്. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. അതിൻ്റെ തന്നെ 16 വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്നു കൊണ്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിരന്തരമായി
സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ആ വ്യക്തിയോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന ഓരോ ദൈവപൈതലിനും ഇത് അനുഭവിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം 14 വാക്യത്തിൽ വായിക്കുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പോൾ ആരാ ദൈവത്തിൻ്റെ മക്കൾ? ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേട്ട് നടക്കുന്നവർ. നമ്മൾ നടക്കുകയല്ല, ദൈവം നമ്മൾ നടത്തുകയാണ്. ആരാ നമ്മൾ നടത്തുന്നത്? ദൈവാത്മാവിനാൽ നാം നടത്തപ്പെടുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവിനെ വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ ആത്മാവിനോട് സദാ സംസാരിച്ചുകൊണ്ട് സംവാദിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവാത്മാവെ അനുസരിക്കണം, വചനത്തെ അനുസരിക്കണം, യോഗ്യമായി നടക്കണം, മര്യാദയ്ക്ക് നടക്കണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ വായിക്കുന്നത്, നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. പ്രൈസ് ദി ലോർഡ്. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഇത് തമ്മിൽ ഒപ്പോസിംഗ് ആണ്. ആത്മാവിൻ്റെ ആഗ്രഹവും ഇച്ഛയും ജഡത്തിൻ്റെ ആഗ്രഹവും ഇച്ഛയും രണ്ടും തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. നാം ജഡത്തെ അല്ല അനുസരിക്കേണ്ടത്, നാം ആത്മാവിനെയാണ് അനുസരിച്ച് നടക്കേണ്ടത്. ആമേൻ. റോമാലേഖനം 13-ാം വാക്യം നമ്മൾ ലാസ്റ്റ് വായിച്ച 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവ് യേശുക്രിസ്തുവിനെ തന്നെ ധരിപ്പീൻ, മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്. എന്ന് വെച്ചാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആര് തമ്മിൽ പ്രതികൂലം? ആത്മാവും ജഡവും തമ്മിൽ ഒപ്പോസിംഗ് ആണ്, പ്രതികൂലമാണ്. അപ്പോൾ ഒന്ന്, നാം എങ്ങനെ നടക്കണം? നാം ദൈവപ്രസാദം ലഭിക്കാൻ തക്കവണ്ണം നടക്കണം. മര്യാദയ്ക്കുള്ള നടപ്പിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. മര്യാദയോട് നടക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന്, ദൈവപ്രസാദം ലഭിക്കത്തക്ക രീതിയിൽ നാം നടക്കണം. രണ്ട്, നാം യോഗ്യമായി നടക്കണം. യോഗ്യമായി നടക്കണം. 1 തെസ്സലോനി 2:11 പറയുന്നു, തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം. ദൈവം നമ്മെ ഉന്നത വിളി കൊണ്ട് വിളിച്ചു, പരമവിളി കൊണ്ട് വിളിച്ചിരിക്കുകയാണ്. എന്തിനാ വിളിച്ചത്? തൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് വിളിച്ച് ഇരിക്കുന്ന ദൈവം. റോമാലേഖനത്തിൽ 11-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്, കാട്ടൊലിവിൻ ശാഖിയായിരുന്ന നമ്മെ നല്ല ഒലിവുമരത്തോട് ഒട്ടിച്ചു ചേർക്കുവാനായിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ചു. നമ്മെ നിത്യജീവൻ അവകാശിയാകുവാനായിട്ട് ദൈവം വിളിച്ചു. പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നു. കർത്താവിനോട് ചേരുവാൻ നമ്മെ വിളിച്ചു. വിളിച്ചവരെ നീതീകരിച്ച് നീതീകരിച്ചവരെ തേജസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആ വിദഗ്ധമായ പദ്ധതി അനുസരിച്ച് സമയമായപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റേണ്ടതിനായി നമ്മെല്ലാവരെയും വിളിച്ചു ദൈവം വേർതിരിച്ചു. ആ വിളിക്ക് നമ്മളെ വിളിച്ച ദൈവത്തിന് യോഗ്യമായി നടക്കുവാൻ നമുക്കിടയാകണം. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അന്ത്യം വരെ നമ്മെ കൊണ്ടുപോകാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം വാക്കുമാറാത്തവനാണ്. ദൈവം കളിപ്പിക്കുന്ന ദൈവമല്ല, വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല, അവസാനം വരെയും കൊണ്ടുപോകാൻ വിശ്വസ്തനാണ്. എന്നാൽ ആ ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമായി, ദൈവത്തിന് യോഗ്യമായി, ദൈവത്തിൻ്റെ സ്വഭാവത്തിന് യോഗ്യമായി, ദൈവത്തിൻ്റെ ആഗ്രഹത്തിനും പദ്ധതിക്കും ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് യോഗ്യമായി നമുക്ക് നടക്കുവാൻ ഇടയായിത്തീരണം. പ്രിയരെ, 12-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ഞങ്ങളിൽ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞു പോന്നു. ഇങ്ങനെ നടക്കുവാനായിട്ട് പൗലോസ് പറയുന്നു, നിങ്ങൾ ഓരോരുത്തരെ അപ്പൻ മക്കളോട് അപ്പന്മാർ പിതാക്കന്മാർ എന്താ പറയുന്നത്? മക്കളെ അങ്ങനെ പോകരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. പല കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കും. നാം പ്രായമാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും അത് തന്നെ ചെയ്യും. എന്തിനാണ്? യോഗ്യമായി നടക്കുവാൻ, മര്യാദയോട് ജീവിപ്പാൻ. സമൂഹ ജീവിയാണ് മനുഷ്യൻ. സമൂഹത്തിൽ മാന്യമായി നടക്കുവാൻ, പെരുമാറുവാൻ എല്ലാ മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു.
കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം കൂടെ വായിക്കാം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമെന്ന് നടന്ന്. അപ്പോൾ നിങ്ങൾ വിളിച്ച ദൈവത്തിന് യോഗ്യമാകുമെന്ന് മുമ്പേ കണ്ടു. ഇപ്പോൾ പൂർണ്ണ പ്രസാദത്തിന് എന്ന കർത്താവിന് പ്രസാദമുള്ളവരാകുവാൻ കർത്താവിന് യോഗ്യമാകുമെന്ന് നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും. ആമേൻ. നല്ല നടപ്പ് എന്ന് പറയുന്ന യോഗ്യമായ നടപ്പ്, അല്ലെങ്കിൽ എന്ന് പറയുന്ന മര്യാദയുള്ള നടപ്പ്, ദൈവപ്രസാദമുള്ള നടപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുമെന്ന് താഴോട്ട് പറയുന്നുണ്ട്. അവർ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കുന്നവരും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുന്നവരുമായിരിക്കുമെന്ന് ആ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ നടക്കണം? നാം ദൈവത്തിന് പ്രസാദമുള്ളവരായി നടക്കണം. നാം ദൈവത്തിന് യോഗ്യമായി നടക്കണം. മൂന്നാമത്, നാം വെളിച്ചത്തിൽ നടക്കണം. എഫെസ്യ ലേഖനം 5:8 വായിക്കുന്നു, മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ, നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ച ദൈവം. പുത്രൻ ആരാണ്? കർത്താവ് യേശു ക്രിസ്തു. കർത്താവ് യേശു ക്രിസ്തു വെളിച്ചമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. കർത്താവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അവനിൽ വെളിച്ചമുണ്ടായിരുന്നു, ഇരുട്ട് ഒട്ടുമില്ലായിരുന്നു. അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യോഹന്നാൻ 8:12 യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മറ്റൊരു ഭാഗത്ത് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം ഇരുട്ടാകാതിരിപ്പാൻ നോക്കുവേൻ. കർത്താവ് പിന്നെയും പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എവിടുന്ന് വെളിച്ചം നമുക്ക് കിട്ടിയത്? കർത്താവ് നമുക്ക് നൽകിയ വെളിച്ചം, കർത്താവ് നമുക്ക് പകർന്നു തന്ന വെളിച്ചം. കർത്താവ് പകർന്നു തന്ന ഈ വെളിച്ചം ഇരുളാകാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ നടക്കണം? നമ്മൾ ഇരുട്ടിലല്ല നടക്കേണ്ടത്. ഇരുട്ടിലായിരുന്നു നമ്മൾ മുമ്പേ. നമ്മൾ അവിടെ നിന്ന് എണീറ്റു, നമ്മൾ വെളിച്ചത്തിലേക്ക് വന്നു. പകലാണ്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? എഫെസ്യർ 5:9 കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുകയും. വെളിച്ചത്തിൽ നടക്കുക. വെളിച്ചം സ്വീകരിച്ചു. മുമ്പേ പറഞ്ഞതുപോലെ വചനമാകുന്ന വെളിച്ചം, കാലിന് ദീപവും പാതിക്ക് പ്രകാശവുമാകുന്ന വെളിച്ചം, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവകൽപ്പനകളെ അനുസരിച്ച് വചനത്തെ സ്വീകരിച്ച് ദൈവത്തോട് കൂട്ടായ്മയും പ്രാർത്ഥനയും ഒക്കെ കഴിച്ചുകൊണ്ട് നാം നടക്കുമ്പോൾ നാം വെളിച്ചത്തിൽ നടക്കുന്നവരായി മാറും. അതിൻ്റെ തന്നെ 10-ാമത്തെ വാക്യം, എഫെസ്യർ 5:10 വാക്യം പറയുന്നു, എന്താണ് വെളിച്ചത്തിൻ്റെ ഫലം? സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. വെളിച്ചത്തിൽ നടക്കുന്നവർക്ക് ഉള്ള ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. സകല സൽഗുണവും നീതിയും സത്യവും. ആത്മാവിനെ അനുസരിച്ച് നടക്കാമെങ്കിൽ ആത്മാവിൻ്റെ ഫലം എന്താണെന്ന് ഗലാത്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇത് ആത്മാവിൻ്റെ ഫലം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവവചനത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് അനുസരിച്ച് ദൈവത്തിൻ്റെ പ്രസാദമായി യോഗ്യമായിട്ട് നാം വെളിച്ചത്തിൽ നടക്കണം. വെളിച്ചത്തിൽ നടക്കുമ്പോൾ സകല സൽഗുണവും നീതിയും സത്യവും വെളിച്ചത്തിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നോക്കണമേ, നാം ഉറങ്ങുന്നവരാണ്. ഉറങ്ങുന്നവരോടാണിത് പറയുന്നത്. ആത്മീക മന്ദത, ആത്മീക ഉറക്കം അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയും. ഉണരുക. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഉറങ്ങുന്നവരെ നിങ്ങൾ എഴുന്നേൽക്കുക. എവിടെ നിന്ന് എഴുന്നേൽക്കാം? മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണം. ഈ ലോകത്തിൽ ആത്മീകമായി മരിച്ച ഒരുപാട് ആളുകളുടെ നടുവിലാണ് നമ്മളായിരിക്കുന്നത്.
നമ്മൾ ഉറങ്ങാൻ പാടില്ല. നമ്മളവിടെ കിടന്നുറങ്ങിയാൽ മരിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളാകും. നമ്മളവിടെ അവരുടെ കൂടെ കിടക്കാനുള്ളവരല്ല, നമ്മുടെ അവിടുന്ന് എണീൽക്കാനുള്ളവരാ. ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്നാണ് നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മളെങ്ങനെ നടക്കണം? ദൈവത്തിന് പ്രസാദമുള്ളവരായി നടക്കണം, യോഗ്യമായി നടക്കണം. അപ്പോൾ തന്നെ നാം വെളിച്ചത്തിൽ നടക്കണം. ഒരു കാര്യം കൂടെ പറയാം, നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. നോക്കണേ പ്രിയരെ, നാം മരിച്ചവരായിരുന്നു, ദൈവം നമ്മെ ജീവിപ്പിച്ചു. എഫെസ്യർ ലേഖനം 2-ാം അധ്യായത്തിലുണ്ടല്ലോ, അതിക്രമങ്ങളാലും പാപങ്ങളായാലും മരിച്ചവരായിരുന്ന നമ്മയും അവൻ ജീവിപ്പിച്ചു. ഈ ലോകത്തിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ജീവിച്ച് നാം മരിച്ച അവസ്ഥയിൽ നാം ഉണരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ സർദീസിലെ സഭയോട് കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങനെയാണ് പറയുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളിച്ചെന്ന്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവൻ ഉള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ആമേൻ. എന്നിട്ട് പറയുന്നു, ഉണർന്നുകൊള്ളുക. അപ്പോൾ എഫെസ്യർ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് കണ്ടോ? ശ്രദ്ധിച്ചോ? ഉറങ്ങുന്നവനെ ഉണരുക. എവിടെ നിന്ന്? എഴുന്നേൽക്കുക. എവിടെ നിന്ന്? മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. മരിച്ചു കിടക്കുന്ന ജീവിതങ്ങൾ, ആത്മീകമായ ശക്തി നഷ്ടപ്പെട്ട്, ഓജസ് നഷ്ടപ്പെട്ട്, ആത്മീകമായ ചൈതന്യവും സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ട് എന്നോ കർത്താവിൽ വിശ്വസിച്ചതായിരിക്കാം, എന്നാൽ ആ വിശ്വാസത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ തളർന്നു പോയർ ഉണരുക. നീ ഉറങ്ങേണ്ടവനല്ല, ഉറങ്ങാനല്ല ദൈവം നിന്നെ വിളിച്ചത്, നീ ഉണർന്നിരിക്കാനാണ്. ഉണർന്നിരിക്കാൻ മാത്രമല്ല, നീ എഴുന്നേറ്റ് നല്ല വസ്ത്രം ധരിക്കാനാണ് ദൈവം നിന്നെ വിളിച്ചത്. ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. തന്നെയുമല്ല, നിന്നെ നടക്കുവാൻ ദൈവം വിളിച്ചു. എങ്ങനെ? കർത്താവിന് പ്രസാദമായിട്ട്, കർത്താവിന് യോഗ്യമായിട്ട് വെളിച്ചത്തിൽ നടക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചത്. ഇവിടെ നമ്മൾ വായിച്ചു, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ. അപ്പോൾ സർദീസിലെ സഭയോട് കർത്താവ് പറഞ്ഞത്, ഉണർന്നുകൊള്ളുക, ചാവാറ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. ഉറങ്ങുന്നവരെ, ആത്മീകമായി ക്ഷീണിച്ചിരിക്കുന്നവരെ, തളർന്നിരിക്കുന്നവരെ, മന്ദത അനുഭവിക്കുന്നവരെ, ആലസ്യത്തിലാണ്ടിരിക്കുന്നവരെ, വചനം വായിക്കാതെ പ്രാർത്ഥിക്കാതെ ശക്തി പ്രാപിക്കാതെ ക്ഷീണിച്ചിരിക്കുന്നവരെ, നിങ്ങളോടായി ഇന്ന് പകൽ ഈ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ദൂത് അറിയിക്കുകയാണ്. ശിയാവിൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി പകരുന്നു, അവൻ ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. പക്ഷേ ആ ബലം കിട്ടേണ്ടതിനായി, നീ പുതുക്കപ്പെടേണ്ടതിനായി, നിന്റെ ശക്തി പുതുക്കപ്പെടേണ്ടതിനായി നീ യഹോവയ്ക്കായി കാത്തിരിക്കും. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഈ സന്ധ്യാസമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ഉണരുവാൻ തയ്യാറാണോ? നാം ഉണർന്ന് നല്ല വസ്ത്രം ധരിക്കുവാൻ തയ്യാറാണോ? നാം നടക്കുവാൻ തയ്യാറാണോ? ആണെങ്കിൽ കർത്താവ് നമ്മെ സഹായിക്കുവാൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നാം വളരെ കെയർഫുൾ ആയിരിക്കണം. ജീവൻ്റെ പുതുക്കത്തിലാണ് നാം നടക്കേണ്ടത്. ജീവൻ്റെ പുതുക്കത്തിൽ നടപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ജീവിതവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത നടപ്പ്, പഴയ സ്വഭാവമായിട്ടൊരു ബന്ധമില്ലാത്ത, പഴയ പ്രകൃതവുമായിട്ടൊരു ബന്ധമില്ലാത്ത, പഴയ നമ്മുടെ ശീലങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു പുതിയ അനുഭവം. നാം വായിച്ച റോമാലേഖനം 13-ാം അധ്യായത്തിൽ തന്നെ 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ 13-ാം വാക്യം, റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്.
പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായി നടക്കുക, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല. ഒന്നാമത്തെ കാര്യം. ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല. രണ്ടാം കാര്യം. മൂന്നാമത്തെ കാര്യം, പിണക്കത്തിലും അസൂയയിലുമല്ല. ഇതൊന്നും ഒരു ദൈവവചനത്തിൽ ചേർന്നതല്ല എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34-ാം വാക്യം പറയുന്നു. ലൂക്ക് 21:34, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ആമേൻ. അപ്പോൾ യോഗ്യമായുള്ള നടപ്പ്, മര്യാദയോടുള്ള നടപ്പ്, ദൈവപ്രസാദത്തിനുള്ള നടപ്പ്, വെളിച്ചത്തിലുള്ള നടപ്പ്, ജീവൻ്റെ പുതുക്കത്തിലുള്ള നടപ്പ്, ഇത് നാം നടന്നു പോയാൽ, സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുപോയാൽ മനുഷ്യപുത്രൻ്റെ വരവിൽ നമുക്ക് ധൈര്യത്തോടെ കർത്താവിനെ സ്വീകരിപ്പാൻ സാധിക്കും. ആമേൻ. രണ്ടാമത്തെ കാര്യം നമ്മളോട് ചെയ്യരുതെന്ന് പറയുന്നത്, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലും നിങ്ങൾ പോകരുത്. തികച്ചും അശുദ്ധമായ ചിന്തകളും താല്പര്യങ്ങളും അശ്ലീല ഭാവം, അശ്ലീലത കലർന്ന വാക്കുകൾ, ആംഗ്യങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. ഇതൊന്നും ചെയ്യുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. യോഗ്യമായ നടപ്പിന് ഇതൊന്നും ഭൂഷണമല്ല. ആമേൻ. അവിടെ ഒരു കാര്യം കൂടെ പറയുന്നു, പിണക്കത്തിലും അസൂയയിലുമല്ല. നോട്ട് ഇൻ സ്ട്രൈഫ് ആൻഡ് എൻവിയിങ്. പിണക്കം അസൂയയൊക്കെ സാധാരണ ഉള്ള കാര്യമല്ലേ? ദൈവമക്കൾ കൊണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമക്കൾക്കുണ്ട്. കർത്താവിന്റെ ദാസന്മാർ കൊണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കുണ്ട്. പിണക്കം അസൂയയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടങ്ങ് മാറിയിരിക്കുക അല്ലേ? ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഇതിനെ പറഞ്ഞ് ഇതെല്ലാം അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളാണ്, പിശാചിൻ്റെ ആയുധങ്ങളാണ്. പിശാചാണ് പിണക്കവും അസൂയയും ഭിന്നിപ്പും കുത്തിത്തിരിപ്പും ഗ്രൂപ്പിസവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിടുന്നത്. അവിടെ പിശാചിനറിയാം നേരെ പോയാൽ ഇവർ ശരിയാകത്തില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കുനുക്ക് പണികളൊക്കെ ചെയ്താലേ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് ആർക്കെങ്കിലും പിണക്കം അസൂയുള്ളവരാണോ? ആരോടെങ്കിലും, വീട്ടിലുള്ളവരോടോ വെളിയിലുള്ളവരോടോ സഭയിലുള്ളവരോടോ ജോലി ചെയ്യുന്നിടത്തോ പിണക്കം അസൂയ ഉള്ള ഏത് രീതിയിലുള്ള പ്രവർത്തനമായാലും അതെല്ലാം ഇരുട്ടിൻ്റെ അധികാരത്തിലുള്ളതാണ്, അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയാണ്, പിശാചിൻ്റെ പ്രവൃത്തിയാണ്. നാം കർത്താവിൻ്റെ ശിഷ്യന്മാരും കർത്താവിൻ്റെ അനുയായികളുമാണെങ്കിൽ നാം എല്ലാവരോടും സമാധാനമായിരിക്കുന്നവരും എല്ലാവരോടും താഴ്മയോടെ ഇടപെടുന്നവരും ആയിത്തീരണം. അന്യനായ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നു, ഞാൻ മനുഷ്യരോടും ദൈവത്തോടും കുറ്റമറ്റ മനസാക്ഷി ഉള്ളവനായിരിക്കാൻ ശ്രമിക്കുന്നു. എ കോൺഷ്യൻസ് വോയിഡ് ഓഫ് ഒഫൻസ് ടുവേഡ്സ് മെൻ ആൻഡ് ഗാഡ്. ആരുടെ മുമ്പിൽ നമുക്ക് ഒന്നിനും, ആരും നമുക്ക് നേരെ വിരൽ ചൂണ്ടാതിരിക്കട്ടെ, ആരും നമ്മെക്കുറിച്ച് അപവാദം പറയാതിരിക്കട്ടെ, ആരോടും അന്യായമായി നാം ഇടപെടാതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ നടപ്പ് നാം 3 കാര്യങ്ങളാണ് പറഞ്ഞത്, അവസാനമായി ചിന്തിച്ചത്. ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, ആമേൻ, വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല. നാം എങ്ങനെ നടക്കണമെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞു. മര്യാദയ്ക്ക് നടക്കണം, യോഗ്യമായി നടക്കണം, ദൈവപ്രസാദമുള്ളവരായി നടക്കണം, വെളിച്ചത്തിലുള്ളവരായി നടക്കണം, ജീവൻ്റെ പുതുക്കത്തിൽ നാം നടക്കണം. നാം നേരത്തെ ഉറങ്ങുന്നവരായിരുന്നു, ദൈവം നമ്മോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. നാം എഴുന്നേറ്റു. നേരത്തെ നാം നൈറ്റ് ഡ്രസ് ഇട്ടുകൊണ്ട് ഉറങ്ങുന്നവരായിരുന്നു. എണീറ്റ ഉടനെ ദൈവം നമ്മോട് പറഞ്ഞു, ഡ്രസ് ചേഞ്ച് യുവർ ഡ്രസ്, പുട്ട് ഓൺ ദ ന്യൂ ഡ്രസ്. വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കാൻ പറഞ്ഞു. എന്നിട്ട് നമ്മളോട് പറഞ്ഞ് നടക്കാൻ തുടങ്ങി. എങ്ങനെ നടക്കണം? വിളിച്ച ദൈവത്തിൻ്റെ പ്രസാദമായി, വിളിച്ച ദൈവത്തിന് യോഗ്യമായി, വിളിച്ച ദൈവത്തിന് സന്തോഷമുള്ളവരായി, ഇഷ്ടമുള്ളവരായി, വചനമനുസരിച്ച് പരിശുദ്ധാത്മാവിനെ കേട്ട് കീഴ്പ്പെട്ട് മുമ്പോട്ട് ജീവിപ്പാൻ നമുക്ക് ഈ സന്ധ്യാസമയം തീരുമാനമെടുക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.